പ്രണയിനി രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 3. എടി ഒന്ന് വേഗം നടക്ക് വേണേ. സ്വപ്ന പോയി കഴിഞ്ഞാൽ പിന്നെ കോളേജിലേക്ക് ചെല്ലാതിരിക്കുന്ന ബുദ്ധി. മനജ മാഡത്തിൻ്റെ ക്ലാസ് കറക്റ്റ് സമയത്തിൽ കയറിയില്ലെങ്കിലേ അവർ വഴക്ക് പറഞ്ഞ് കണ്ണു പൊട്ടിക്കും. പ്രിയ ആവണിയുടെ കൈയും പിടിച്ചുകൊണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഓടി. പ്രിയയുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ആവണിയുടെയും വീട്. അവിടുന്ന് ഒരു വളവ് തിരിഞ്ഞാൽ മതി ബസ് സ്റ്റോപ്പിലേക്ക് പോകുവാൻ. അതിന് സ്വപ്ന വരുവാൻ ഇനിയും 10 മിനിറ്റ് കൂടെ സമയമുണ്ടല്ലോ പെണ്ണെ. നീ എന്തിനാ ഇങ്ങനെ വെടിച്ചില് പോലെ പായുന്നേ? ആവണി അവളെ ഒറ്റ കണ്ണിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു. ദേ പെണ്ണെ, കൂടുതൽ കിന്നരിക്കാൻ നിൽക്കാതെ വേഗം വരാൻ നോക്ക്. കാര്യം കാരണമൊക്കെ അറിഞ്ഞാലേ നീ വരുവുള്ളൂ. അപ്പോഴും പ്രിയ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഓട്ടം നിർത്തിയിട്ടില്ലായിരുന്നു. എൻ്റെ പൊന്നു മോളെ, അമ്പാട്ട ചേട്ടനെ കാണാൻ വേണ്ടിയുള്ള ഓട്ടമല്ലേ ഇത്? പാവം മുകുന്ദേട്ടൻ, അങ്ങേർക്കറിയോ നിൻ്റെ ഈ വൺ സൈഡ് ലവ്? ആവണി അതും പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചു. ദേ പെണ്ണെ, ഒറ്റ പേട അങ്ങോട്ട് വെച്ച് തന്നാലുണ്ടല്ലോ, മര്യാദയ്ക്ക് വാടി. അവൾ ആവണിയുടെ കൈയും പിടിച്ചുകൊണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഓടിക്കയറി. ദേണ്ടടി, നിന്റെ മുകുന്ദേട്ടൻ നിൽക്കുന്നു. സ്റ്റോപ്പിന് എതിർവശത്തായി റോഡിനപ്പുറം കാണുന്ന അമ്പാട്ട് സ്റ്റോഴ്സ് എന്ന വലിയ ബോർഡ് വെച്ചിരിക്കുന്ന പലചരക്ക് കടയുടെ ബില്ലിങ്ങിലിരിക്കുന്ന മുകുന്ദനെ ആവണി അവൾക്ക് ചൂണ്ടിക്കാട്ടി. പ്രിയയുടെ കണ്ണുകളും കൊതിയോടെ അങ്ങോട്ടേക്ക് നീണ്ടു. എന്തേ എൻ്റെ തൊട്ടാവാടിക്ക് ഒരു മൗനം? ഓഫീസിൽ പോകാൻ ഒരുങ്ങുന്നവൻ അവളുടെ കവളിലൊന്ന് എന്തേ എൻ്റെ തൊട്ടാവാടിക്കൊരു മൗനം? ഓഫീസിൽ പോകാനായി ഒരുങ്ങുന്നവൻ അവളുടെ കവളിലൊന്ന് തോണ്ടിക്കൊണ്ട് തിരക്കി. ഒന്ന് പോയേ സന്ദീപേട്ട, എനിക്കെന്ത് മൗനവാ. അലമാരയിൽ നിന്നും തേച്ചു മടക്കിയ ഒരു ഷർട്ടും പാൻറ്റും കയ്യിലെടുത്തുകൊണ്ട് ദീപ അവൻ്റെ മുന്നിലേക്ക് ചെന്ന് നിന്നു. അല്ലല്ലോ മോളെ, എന്തോ സങ്കടമുണ്ട്. അത് ഈ മുഖം കണ്ട എനിക്കറിയില്ലേ കുഞ്ഞേ. വലത്തെ കൈകൊണ്ട് അവളിൽ നിന്നും തുണി വാങ്ങുന്നതിനോടൊപ്പം തന്നെ ഇടം കൈകൊണ്ട് പെണ്ണിനെ ചേർത്ത് പിടിക്കാനും അവൻ മറന്നില്ല. ഒന്നുമില്ലയോ സന്ദീപേട്ട, ഏട്ടൻ വേഗം ഒരുങ്ങാൻ നോക്ക്. ഞാൻ പോയി കഴിക്കാനുള്ളത് എടുത്തു വെച്ചേച്ച് വരാം. അതും പറഞ്ഞുകൊണ്ട് അവൾ ആ കൈപ്പിടിയിൽ നിന്ന് അകലുവാനായി നോക്കി. പക്ഷേ സന്ദീപ് അവളെ പിന്നെ ഒന്നും കൂടെ ശക്തിയിൽ തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. വീടേട്ടാ, വാതിലും തുറന്നിട്ടിട്ടാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ആരെങ്കിലും കാണും. പരിഭ്രമത്തോടെ അവളുടെ കണ്ണുകൾ തുറന്നു കിടക്കുന്ന തങ്ങളുടെ മുറിയുടെ വാതിലിന് നേർക്കാണ് പാഞ്ഞത്. അതിനിപ്പോൾ എന്താ, ഞാൻ എൻ്റെ ഭാര്യയല്ലേ കെട്ടിപ്പിടിച്ചത്, അല്ലാതെ അയൽക്കത്തെ പെണ്ണുങ്ങളെ ഒന്നും അല്ലല്ലോ. കയ്യിലിരിക്കുന്ന ഇടാനുള്ള തുണി അടുത്ത് കിടന്ന കട്ടിലേക്ക് ഇട്ടിട്ട് സന്ദീപ് ഒന്നുകൂടി അവളെ ഇറുക്കപ്പുണർന്നു. അയ്യോ ഈ ഏട്ടൻ വിട്ടേ, അമ്മ കണ്ട ഇത് മതി. ഒന്നാമതെ അത് പറയാൻ വന്നത് പകുതിയിൽ നിർത്തി അബദ്ധം പറ്റിയതുപോലെ നാവിൻ തുമ്പ് കടിച്ചു. ശേഷം അവൻ്റെ മുഖത്തേക്ക് പാളി നോക്കി. ഒന്നാമതെ ബാക്കി പറ. അത്രയും നേരം കുസൃതി തിങ്ങി നിറഞ്ഞവൻ്റെ മുഖത്ത് പൊടുന്നനെ കാർമേഘൻ രൂപം കൊണ്ടു. അതൊന്നുമില്ല ഏട്ടാ, ഇനിയിപ്പോൾ ആദ്യം പിടിച്ച് തൂങ്ങണ്ട. അതെൻ്റെ വായിന്ന് അറിയാതെ വീണതാ. അവൻ്റെ നെഞ്ചോരം തലമുട്ടിച്ചുകൊണ്ട് അവൾ പതിയെ പറഞ്ഞു. ഒന്നുമല്ല, എന്തോ കാര്യമുണ്ട്. മര്യാദയ്ക്ക് പറയുകയാണെങ്കിൽ ഇപ്പം പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ പ്രിയെ വിളിച്ചു ചോദിക്കും. സന്ദീപ് അവളെ വഴക്കു പറഞ്ഞു. ദീപ ആകെ വല്ലാതായി. അമ്മയെ കുറ്റപ്പെടുത്തി പറഞ്ഞ സന്ദീപേട്ടൻ പോയി ചോദിക്കുക എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അത് പിന്നെ ഒരു വഴക്കിന് കാരണമാകും. അതിൽ പിടിച്ചായിരിക്കും അമ്മ പിന്നെ തന്നോട് വഴക്ക് കൂടാൻ വരുന്നത്. ഒന്നാമതേ ഏട്ടൻ എൻ്റെ സാരത്തുമ്പിൽ തൂങ്ങി നടക്കുകയാണെന്നുള്ള പരാതിയാണ് അമ്മയ്ക്കിപ്പോഴും. ഇനിയിപ്പോൾ ഇതും കൂടി അറിഞ്ഞാൽ. ആ സമയം തൻ്റെ നാവിൽ വിളയാടിയ വികട സരസ്വതിയെ അവൾ ആത്മാർത്ഥമായിട്ടൊന്ന് സ്മരിച്ചു. എന്തേ, ഒന്നും പറയാനില്ലേ? ആ ശബ്ദത്തിലെ മാറ്റം ഒന്ന് തിരിച്ചറിഞ്ഞതും പെണ്ണിൻ്റെ ഉടലിൽ ഒരു വിറയൽ പടർന്നു കയറി. അത് പിന്നെ ഞാൻ പറയാം, പക്ഷെ അതിനു മുമ്പ് ഏട്ടൻ എനിക്കൊരു വാക്ക് തരണം. ദീപ അവന് വലം കൈ നീട്ടി. എന്ത് വാക്ക്? സന്ദീപ് വലത്തെ പുരികം ഒന്ന് പൊക്കിക്കൊണ്ട് തിരക്കി. അന്നും കേട്ടിട്ട് അമ്മയോട് വഴക്ക് കൂടാൻ പോകരുതെന്ന് അവൾ പേടിയോടെ പറഞ്ഞു. ഓഹോ, ഞാനപ്പോൾ വിചാരിച്ച കാര്യം തന്നെയാണ്. ഈ തള്ളയ്ക്ക് എത്ര കിട്ടിയാലും പഠിക്കത്തില്ലേ? ഇതിപ്പോൾ കാര്യം എന്താണ്? വേഗം പറ.
അവൻ പല്ലും ഞെരിച്ചുകൊണ്ട് അവളെ ഉറ്റുനോക്കി. ആദ്യം ഏട്ടൻ ഇക്കാര്യം ഉറപ്പ് പറഞ്ഞു വഴക്ക് പിടിക്കില്ലെന്ന് ഉറപ്പുതാ. അവൾക്ക് അപകടം മണത്തതുകൊണ്ട് മാത്രം നിർബന്ധം പിടിച്ചു. ഇനിയിപ്പോൾ അതുകൊണ്ട് എന്നോട് പറയാതിരിക്കേണ്ട, വേഗം പറ. അവളുടെ നീട്ടിപ്പിടിച്ച കൈക്ക് മുകളിൽ തൻ്റെ വലങ്കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് സന്ദീപ് ഒട്ടൊരു അമർഷത്തോടെ വാക്ക് നൽകി. അതു രാവിലെ അമ്മ എന്നെ കുറേ വഴക്ക് പറഞ്ഞു. അവൾ സങ്കടത്തോടെ മുഖം കുനിച്ചു. എന്തിന്? അവളുടെ മുഖം വിരലുകളാൽ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് സന്ദീപ് പെണ്ണിനെ നോക്കി മുഖം ചുളിച്ചു. സ്ത്രീധനം ഒന്നും കൊടുത്തില്ല എന്നും പറഞ്ഞ്. അക്കാര്യം ഞാനെങ്ങനെയാ ഏട്ടാ വീട്ടിൽ ചെന്ന് ചോദിക്കുക? അന്ന് അച്ഛനും ഏട്ടനും കൂടി വേണ്ടെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടല്ലേ എൻ്റെ വീട്ടുകാർ സ്ത്രീധനമായിട്ടൊന്നും ഇങ്ങോട്ടേക്ക് തരാതിരുന്നത്. അല്ലെങ്കിൽ തന്നെ ആകെയുള്ളത് ആ വീട് ഒരേക്കർ പറമ്പുമാണ്. ദീപ അപ്പോഴേക്കും കണ്ണു നിറച്ചിരുന്നു. ഏയ്, നീ എന്തിനാ വെറുതെ കരയുന്നേ? അമ്മയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. പെറ്റ തള്ളയായിപ്പോയി. അല്ലായിരുന്നേ ഞാൻ വല്ല കടുങ്ങയും ചെയ്തേനെ. ഇതിപ്പോൾ കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന രീതിയിലാണ് എൻ്റെ അവസ്ഥ. നീ ഇങ്ങനെ സങ്കടപ്പെട്ട് നടന്നാ ഞാനിങ്ങനെ അടി മനസമാധാനത്തോടെ ഒന്ന് ഇരിക്കുന്നത്. പെണ്ണിൻ്റെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തുകൊണ്ട് അവളുടെ നെറുകയിൽ അവനൊന്ന് മുത്തി. സ്നേഹത്തോടെ, പ്രണയത്തോടെ, കരുതലോടെ, ഒടുക്കം ക്ഷമാപണത്തോടെ. എനിക്ക് സങ്കടമൊന്നുമില്ല ഏട്ടാ. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഇത്തിരി വിഷമം തോന്നും, അത്രയുള്ളൂ. അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. കാരണം സന്ദീപിൻ്റെ വാടിയ മുഖം അവളെ വല്ലാതെ ഉലച്ചിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഓർത്ത് എൻ്റെ കൊച്ചു സങ്കടപ്പെടേണ്ട. ഒന്ന് ചിരിച്ചേ, ഏട്ടൻ കാണട്ടെ. പെണ്ണിൻ്റെ രണ്ട് കവളും ഒന്ന് വലിച്ചു വിട്ടുകൊണ്ട് സന്ദീപ് ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ പൂത്തുലയാൻ ദീപയ്ക്ക് അധിക സമയം വേണ്ടി വന്നില്ല എന്നതാണ് സത്യം. അവൾ ചിരിച്ചു, കുപ്പി വളകൾ കിളുങ്ങുന്ന പോലെ. ഇപ്പോഴാ എൻ്റെ പെണ്ണ് സുന്ദരിയായത്. പെണ്ണിനെ ഇറുക്ക പുണർന്നുകൊണ്ട് പ്രണയത്തോടെ അവളുടെ ചെവിയോരം രഹസ്യം പറഞ്ഞവൻ. സന്ദീപ് ഏട്ടാ. അവൻ്റെ കയ്യിൽ കിടന്ന നാണത്തോടെ ദീപ കുണുങ്ങിച്ചിരിച്ചു. ഏതു നേരം ഇതിനകത്ത് തന്നെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചോണ്ടിരുന്നാൽ മതി. അടുക്കളയിലുള്ള ബാക്കി പണിയൊക്കെ ആര് ചെയ്യും? വാതിലിന് മുൻപിൽ നിന്നും ഒരലർച്ച കേട്ടപ്പോഴാണ് ദീപ അവനിൽ നിന്നും ഒരു പിടച്ചിലോടെ അകന്നു മാറിയത്. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാൻ കേട്ടോ. എല്ലാവരും എൻ്റെ സ്റ്റോറി ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതിയിട്ടിട്ട് പോകണം. അതുപോലെ തന്നെ സ്റ്റോറി കേൾക്കുന്നവരെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ് എല്ലാവർക്കും.